ആദ്യമേ തന്നെ പാളിച്ച പറ്റിയാൽ അത് തിരുത്തുക. ആ തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും വേണ്ടത്ര ശ്രദ്ധയിൽ വരാത്തതുകൊണ്ട് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. കരിമണൽ ഖനനത്തെക്കുറിച്ച് ആലപ്പുഴ തീരദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക ഇല്ലാതാക്കുന്ന രീതിയിൽ ആലപ്പുഴ തീരത്ത് ഒരു തരത്തിലുള്ള ഖനനവും ഉണ്ടാകില്ല എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചേ മതിയാകൂ. ഞാൻ ഇന്നലെ അവിടുത്തെ സമരസമിതി പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തി. അവിടെ ഈ പ്രഖ്യാപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് മറുപടിയൊക്കെ വന്നതിന് ശേഷവും ഒരു തരത്തിലുള്ള ആശ്വാസം കിട്ടിയിട്ടില്ല. ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ കാര്യത്തിൽ കരിമണൽ ഖനനം ആലപ്പുഴ ഒരു തരത്തിലും ഉണ്ടാകരുത്. അത് ഉറപ്പ് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ച് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ആ പ്രശ്നം ശാശ്വതമായി അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അദാനിയെപ്പോലുള്ളവർ നോട്ടമിട്ടിരിക്കുന്നു. അദാനി ഈ സ്വകാര്യവൽക്കരണം നരേന്ദ്രമോദി കൊണ്ടുപോകുന്ന സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ അദാനിമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ചുവട് പിടിച്ചുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിൽ അദാനിമാരോ മറ്റ് സ്വകാര്യ കമ്പനികളോ കരിമണൽ കർത്തയോ മറ്റാരോ ആകട്ടെ അവർക്കൊന്നും അവസരം കൊടുക്കാതെ ആലപ്പുഴ തീരദേശത്തെ സംരക്ഷിച്ചേ മതിയാകൂ എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. സമരസമിതിക്കും അതാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.